മാർക്കോസിന്റെ സുവിശേഷം 5:15 ആ വാക്ക് അവിടെ നമുക്ക് വ്യക്തമായി കാണുക. അവന് സുബോധം വന്നു. അപ്പൊ അവന് അശുദ്ധാത്മാവ് അവനെ എവിടെയാണ് ബാധിച്ചത്? അവന്റെ ബോധത്തെയാണ് അശുദ്ധാത്മാവ് അവിടെ ബാധിച്ചു വെച്ചിരുന്നത്. അവന്റെ ബോധ്യം അവന് മറഞ്ഞപ്പോൾ അവൻ സ്നേഹിക്കാൻ മറന്നുപോയി, സന്തോഷം അനുഭവിച്ചില്ല, സമാധാനമില്ല, അവൻ ആത്മാവിന്റെ ഫലങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയാതെ വന്ന അവൻ വളരെ ബന്ധനസ്ഥനായി ഇരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് അവന്റെ ശരീരത്തിൽ അശുദ്ധാത്മാക്കളെ ശാസിച്ചു പുറത്താക്കിയപ്പോൾ അവന് ബോധം വന്നു, സുബോധം വന്നു. പ്രിയരെ, നാം നിത്യവും വചനത്തിലും കർത്താവിനോട് നിരന്തരം പ്രാർത്ഥനയിലും ഇടപെട്ടില്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭു ആയിരിക്കുന്നവൻ നമ്മുടെ ബോധ്യത്തെയും നാം അറിയാതെ മറച്ചു കളയും. നമുക്കത് കാണുവാൻ സാധിക്കുകയില്ല. നാം അറിയാതെ നമ്മിൽ ജഡത്തിന്റെ അഭിലാഷങ്ങൾ കയറിക്കൊണ്ടേയിരിക്കും. ഈ കുഞ്ഞു മക്കൾക്കെല്ലാം നമ്മൾ വചനത്തെ